40 വർഷത്തെ ഒരു വലിയ പാരമ്പര്യം ഉണ്ടല്ലോ. ഉണ്ട്. അപ്പം ജാനു പക്ഷേ ഈ 40 വർഷം കൊണ്ട് ഒരു പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾക്ക്, സമരങ്ങൾക്കും മാറ്റങ്ങൾക്കും ചേരി മാറ്റങ്ങൾക്കൊക്കെ തയ്യാറായ ഒരാളാണ്. അത് പലപ്പോഴും വിമർശിക്കപ്പെട്ടിട്ടുമുണ്ട്. പക്ഷെ അതിൻ്റെ ലക്ഷ്യം വളരെ കൃത്യമായിരുന്നതുകൊണ്ട് ജാനു ഒരിക്കലും അതിലൊരു ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല. ഇല്ല. അത് പക്ഷെ ആ പരീക്ഷണങ്ങൾ ജാനുവിനെ വേറെ ഈ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ മറ്റു രീതിയിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടോ? കാരണം ചെയ്തു പോയ ചില കാര്യങ്ങൾ തെറ്റായിരുന്നെന്നോ നമ്മളുടെ ടാക്ടിക്സൊക്കെ ഒന്നുകൂടി പുതുക്കണം എന്നൊക്കെ തോന്നുന്നുണ്ടോ? അപ്പം എൻ്റെ ഒരു ആലോചന, ഞാൻ എല്ലാ പരിപാടിയും നടക്കുമ്പോഴും അതിനെക്കുറിച്ചൊരു വിലയിരുത്തൽ വളരെ കൃത്യമായിട്ട് ഞാൻ നടത്താറുണ്ട്. ബാക്കി ആളുകൾ നടത്താറുണ്ടോ ഇല്ലയെന്നൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഞാനത് വളരെ കൃത്യമായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തു വന്നതിൽ ഏതെങ്കിലും ഒന്ന് തെറ്റായി ചെയ്തതായിട്ട് എനിക്കങ്ങനെ ബോധ്യപ്പെടുന്ന രീതിയിലേക്കുള്ള ഒരു സാധനം ഉണ്ടായിട്ടില്ല. എല്ലാം ചെയ്തത് ശരിയായുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. ശരിയായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും, അതെ, നമ്മൾ ഈ പൊതുസമൂഹവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും ആ പൊതുസമൂഹം അതിനെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ജാനു എപ്പോഴെങ്കിലും ഒരു വിശകലനം നടത്തിയിട്ടുണ്ടോ? ഇല്ല. ഇപ്പോൾ പൊതുസമൂഹം എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതിലപ്പുറത്തേക്ക് നമ്മളുടെ നിലപാടിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ് അവിടെ നമ്മൾ ശരിക്കും എപ്പോഴും കറക്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ പൊതുസമൂഹമൊക്കെ ഇവിടെ ഉള്ളപ്പോഴാണല്ലോ ഈ ആളുകൾക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഈ പൊതുസമൂഹമൊന്നും ഇല്ലാതായി പോയിട്ടില്ലല്ലോ. ഈ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ തന്നെയാണ് ഇത്രയും വർഷമായിട്ട് ഈ സംഭവം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവരൊക്കെ ഉള്ളപ്പോഴും ഈ പൊതുസമൂഹത്തിൻ്റെ എതിരഭിപ്രായം അനുകൂല അഭിപ്രായം ഒക്കെ വരുമ്പോഴും ഈ ഞാൻ എന്തിനു വേണ്ടിയിട്ടാണോ നിലകൊള്ളുന്നത് ആ സംഭവം അതേപടി നിൽക്കുമല്ലേ. അപ്പോൾ ഈ പൊതുസമൂഹത്തിൻ്റെ ഒരു ഇടപെടലിന് ഇത്തരം ഒരു സംഭവത്തിൽ കുറേ മാറ്റങ്ങൾ വരുത്താൻ പൊതുസമൂഹത്തിന് ബാധ്യതയുണ്ടല്ലോ. അതെ, പക്ഷേ അത് പൊതുസമൂഹം എന്നുള്ളതിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കൊരു പ്രശ്ന പരിഹാരത്തിലേക്ക് പോകാൻ പറ്റുമോ? പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഒരു ഇടപെടൽ നടത്തുന്നത് അത് നമ്മുടെ ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഇടപെടലല്ല. ശരിക്കും ഇപ്പോൾ ഞാൻ നടത്തിയത് ഭൂസമരങ്ങളാണ്. ഇപ്പോൾ ഈ പ്രകൃതിയിൽ പിറവിയെടുത്ത എല്ലാ മനുഷ്യർക്കും മണ്ണിൽ ജീവിക്കാനുള്ള മൗലിക അവകാശമുണ്ട്. ആർക്കും അത് നിഷേധിക്കാൻ പറ്റില്ല. ഒരു മനുഷ്യൻ്റെ ജന്മനെ തന്നെ പറയുന്നത് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഇതൊരു മനുഷ്യൻ്റെ മൗലിക അവകാശമാണ്. ഈ അവകാശങ്ങളാണ് ശരിക്കും ഒരു വിഭാഗം ജനങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടത്. അപ്പോൾ അതിനെ ആ നിഷേധ ആയിട്ടുള്ള ഒരു ഇടപെടലിനെ മാറ്റി ഈ ആളുകളെയും കൂടെ ഒപ്പം നിർത്തുക എന്നുള്ള ഒരു സംഭവത്തിലേക്ക് ശരിക്കും വരാതെ പോകുന്നിടത്തു നിന്നാണ് ഞാനൊക്കെ ശരിക്കും ഇടപെടേണ്ടി വരുന്നത്. അതെ, അത് പക്ഷേ ജാനുവിൻ്റെ ഒരു രീതികൾ, അതായത് ജാനു ഇപ്പോൾ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നിൽക്കുന്നു, ആദിവാസികൾക്ക് വേണ്ടി സമരം ചെയ്യുന്നു, വലിയ സമരങ്ങളൊക്കെ നടത്തുന്നു. അതിൽ നിന്ന് ജാനു കുറച്ചുകൂടി മാറിയിട്ട് മൊത്തം പൊതുസമൂഹത്തിൻ്റെ ഒരു പ്രതിനിധിയാകാനും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കൊക്കെ മാറുന്നുണ്ട്. അപ്പം ജാനു നിൽക്കുന്ന ഒരു സ്പേസിൽ നിന്ന് മാത്രം അങ്ങനെയുള്ളൊരു ഫൈറ്റിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു സംഭവം, ഇപ്പോൾ ഭൂമിയുടെ കാര്യം പറഞ്ഞു. ഭൂമി കേരളത്തിലെ എല്ലാ ആളുകൾക്കും കിട്ടിയാൽ കേരളത്തിനാണ് സ്വയാശ്രയവും സ്വതന്ത്രവും കൈവരിക്കുന്നത്. കേരളത്തിലുള്ള എല്ലാ പൊതുസമൂഹവും ഈ വിഭാഗങ്ങൾക്കും എല്ലാം കൂടിയാണ് അതിൻ്റെ പ്രയോജനം. ഇപ്പം നമ്മൾ ഈ ഭൂമി കിട്ടിയാൽ ഭൂമിയിൽ എന്താ ചെയ്യുക? നമ്മളിത് മറച്ചു വെക്കുന്ന പണിയല്ലല്ലോ ചെയ്യുക. നമ്മളവിടെ ആളുകൾ ദൈനംദിന നിത്യം ഉപയോഗിക്കുന്ന വിഭവങ്ങളാണ് അതിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്നത്. അത് ഇവിടെയുള്ള മുഴുവൻ ആളുകൾക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പൊതുസമൂഹത്തിനും നമ്മുടെ ആളുകൾക്കും എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിത് ആദ്യം ചെയ്യുമ്പോൾ തന്നെ പൊതുസമൂഹത്തിന് കൂടി ബന്ധമുള്ള സാധനമാണ് ചെയ്യുന്നത്. പക്ഷേ അതിനെ ഈ വിഭാഗത്തിൻ്റെ ആണെന്ന് തിരിച്ച് അതിനെ ഒറ്റപ്പെടുത്തുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നു. അങ്ങനെ ഒരു സമീപനം പൊതുസമൂഹത്തിനുണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ പോലും ജാനുവിനെ പോലെ വളരെ ഉത്തരവാദപ്പെട്ട പൊസിഷനിൽ നിന്നുകൊണ്ടൊരു കാര്യങ്ങൾ ചെയ്യുമ്പം ആ സമൂഹത്തെ കൂടി
അതിൻ്റെ തെറ്റിദ്ധാരണ നീക്കി കൂടെ നിർത്തേണ്ട ഒരു ബാധ്യതയുണ്ട്. അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ഇടപെടൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ നമ്മളുടെ ആദിവാസി വിഭാഗത്തിൻ്റെ ഇടയിൽ മാത്രമല്ല, ഇപ്പോൾ അക്കാദമിക് ലെവലിലുള്ള ആളുകളുടെ ഇടയിലും പൊതുസമൂഹത്തിൻ്റെ ഇടയിലും ഒക്കെ ഇത്തരം കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അവരുടെ ഇടയിൽ നമുക്ക് എന്തൊക്കെയാണ് പോയി ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒരുമിച്ച് വരേണ്ടതാണ്. ഇവിടുത്തെ പ്രകൃതി, മണ്ണ്, ജലം എന്ന് പറയുന്നത് എല്ലാവരുടെയാണ്, അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ അല്ല. ഇവിടുത്തെ ജീവജാലങ്ങളുടെ, പൂമ്പാറ്റയുടെ, പുൽക്കൊടിയുടെ, മനുഷ്യരുടെ എല്ലാവരുടെയും ആണ് ഇത്. അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം ചെയ്യുന്നത് ഇങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അതിനെ ശരിക്കും നമ്മളുടെ ഇവിടെയുള്ള കേരളത്തിലെ ഒരു അവസ്ഥ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് ജാതിപരമായിട്ട് മാറ്റി നിർത്തുന്ന ഒരു പ്രവണത നിരന്തരമായിട്ട് കേരളത്തിലുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊക്കെ ഒറ്റപ്പെടുന്ന ഒരു തലത്തിലേക്ക് പോകുന്നതാണ് ശരിക്കും. പക്ഷെ നമ്മൾ ഈ വിശാലമായിട്ട് എല്ലാ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പ്രദേശത്തെ നീരുറവയെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. നീരുറവയെ പ്രൊട്ടക്റ്റ് ചെയ്ത് ആ നീരുറവ വരുന്ന അത്രയും സ്ഥലത്തുള്ള ആളുകളാണ് അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത്. അതിൽ ജാതിയോ മതമോ ഇല്ല, എല്ലാ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും ഒക്കെയാണ് അത് പ്രയോജനപ്പെടുന്നത്. അങ്ങനെ പറയുമ്പോൾ ജാനു ഇപ്പോൾ ഒരു കേരളം കണ്ടതിൽ ഏറ്റവും സജീവമായിട്ടും ആത്മാർത്ഥമായിട്ടും ഒരു സമരമുഖത്തൊക്കെ നിന്ന ഒരാളാണ്. പക്ഷെ സമാനമായ കേരള സമൂഹം നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുടെ സമരവേദികളിലൊന്നും ജാനുവിനെ അങ്ങനെ കണ്ടിട്ടില്ല. ഇപ്പം ഞാൻ പറയണ ഏറ്റവും അവസാനം ആശാസമരം നടക്കുമ്പോഴും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രവർത്തന പദ്ധതിയിലേക്ക് മാറാൻ ജാനുവിനൊരു വൈമനസ്സുണ്ടോ? ഇല്ല, വൈമനസ്സില്ല. ഈ ആശാസമരം നടക്കുന്ന സമയത്ത് ഞാൻ ശരിക്കും കേരളത്തിലില്ല. ഞാൻ ശരിക്കും പുറത്തായിരുന്നു. ഒരു 8 മാസക്കാലത്തോളം നമ്മളുടെ ഇന്ത്യയൊക്കെ പുറത്തായിരുന്നു. ഈ സമരം നടക്കുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. ആ സമരം നടക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കൃത്യമായിട്ട് ഞാൻ ആ സമരത്തിൽ പോകുമായിരുന്നു. ഐക്യദാർഢ്യം അറിയിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണോ ആ സപ്പോർട്ട് ഞാൻ ശരിക്കും ചെയ്യുമായിരുന്നു. ആ സമയത്ത് ഞാനിവിടെ ഇല്ലാതിരുന്നു. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ പക്ഷേ മറ്റുള്ള നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളോട് എപ്പോഴും ഫോണിലൂടെ ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സ്ത്രീ സമൂഹം പൊതുവായിട്ട് കേരള സമൂഹത്തിൽ കഴിഞ്ഞ 5-10 വർഷത്തിൻ്റെ ഇടയിൽ ഒരുപാട് സമരങ്ങളും അവരുടെ അസ്തിത്വം സ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പം സിനിമയിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും എല്ലായിടത്തും. പക്ഷേ അവിടെയൊക്കെ ഒരു ആബ്സെൻസ് കൊണ്ട് ആളില്ലാതായതുകൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളായിട്ട് ജാനു മാറുന്നുണ്ടോ? ജാനുവിൻ്റെ പ്രസൻസ് ഇല്ലാതായി പോകുന്നത് ആണോ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത്? അതിപ്പോൾ ചില ആളുകൾക്ക് അങ്ങനെ ഒരു മനോഭാവത്തിലേക്ക് ആയേക്കാം. അപ്പോൾ പൊതുജനം പലവിധം എന്ന് പറയുന്നത് പോലെ തന്നെ ആ രീതിയിലും അതിനെ ആയേക്കാം, അതിനെ ഫോക്കസ് ചെയ്തേക്കാം. അത് നമ്മൾ അങ്ങനെ അതൊരു വേറെ ഒരു നെഗറ്റീവായിട്ട് അതിനെ കാണേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പം നമുക്കൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ എപ്പോഴും പോകാനും ഇറങ്ങാനും അതിനോടൊപ്പം നിൽക്കാനും മനസ്സുള്ള ഒരാളാണ്. അതിന് ഒരു സാഹചര്യം കിട്ടാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അത് കിട്ടുമ്പോൾ നമ്മളത് പരമാവധി നമ്മളുടെ പ്രയോജനം എന്താണ് വേണ്ടത് അതിനനുസരിച്ച് ചെയ്യാനും തയ്യാറാണ്. ആ കാര്യത്തിൽ എനിക്ക് അങ്ങനെയുള്ള ഒരു ബോധം ജാനുവിനെ സംബന്ധിച്ച് അങ്ങനത്തെ ചെയ്യണ്ട എന്നുള്ളൊരു ധാരണയിൽ നിന്നല്ല. പക്ഷെ ജാനു ഒരു വളർച്ചയുണ്ട്, ഒരു നേതൃത്വ ലെവലിലേക്കുള്ളൊരു വളർച്ചയിൽ ജാനു കേരളത്തിൻ്റെ പൊതുരാഷ്ട്രീയത്തിലും പൊതുസമൂഹത്തിലും കുറെ കൂടി ഇടപെടൽ ശേഷി വർദ്ധിപ്പിക്കണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ തലത്തിലും എല്ലാ ആളുകളുമായിട്ടുള്ള ഇടപെടലാണ് എല്ലാത്തിൻ്റെയും പരിഹാരം. ഇപ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗം മാത്രമായാൽ അതിന് പൂർണ്ണ പരിഹാരത്തിലേക്ക് എത്താൻ പറ്റില്ല. എല്ലാ ആളുകളുടെ ഇടപെടലും എല്ലാ ആളുകളുടെ ഇൻവോൾവും അതിന് വേണം. അപ്പോഴേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കാല സമരങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ അത് പരമാവധി അതിനെ കീപ്പ് ചെയ്തു കൂടെ നിർത്തുന്ന സംഭവം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ആളുകളും ഇപ്പോൾ നടന്നിട്ടുള്ള ഓരോ സമരത്തിലും എല്ലാ ആളുകളുടെ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇന്ന ആളുകൾ മാറി നിൽക്കണം ആ ഒരു രീതിയെ നമ്മൾ സ്വീകരിച്ചിട്ടില്ല ശരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രവർത്തന പരിപാടിയിൽ ജാനുവിൻ്റെ വളർച്ചയിൽ ഒരു വലിയ ഘട്ടമായി എനിക്ക് തോന്നിയിട്ടുള്ളത്
തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കുള്ളൊരു പ്രവേശനമായിരുന്നു. കാരണം പൊതുസമൂഹമായിട്ട് കൂടുതൽ ബന്ധപ്പെടുക, ഒരുപാട് ആളുകളായിട്ട്. അതെ. അപ്പോൾ ആ 2 തെരഞ്ഞെടുപ്പുകൾ 2016-ലും 2021-ലും അത് ജാനുവിനെ ഏത് തരത്തിലാണ് മാറ്റിയത്, അല്ലെങ്കിൽ എങ്ങനെ അതിൽ നിന്ന് കിട്ടിയ 2ഉം പരാജയമായിരുന്നു, അതുപോലും ജാനുവിനെ തിരുത്തിയിട്ടുണ്ടാകാം, വളർത്തിയിട്ടുണ്ടാകും. എന്തായിരുന്നു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ജാനുവിന് തന്ന പാഠങ്ങൾ എന്തായിരുന്നു? ഇല്ല, ഇപ്പോൾ നമ്മൾ ഈ എല്ലാ ലോകതലത്തിലെടുത്താലും, നമ്മൾ ഇന്ത്യ മുഴുവനായിട്ടും എടുത്താലും, ഇപ്പോൾ ആളുകളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരിടം തെരഞ്ഞെടുപ്പ് ചെന്നെത്തുന്ന സ്ഥലങ്ങളിലാണ് ശരിക്കും. അപ്പോൾ അവിടെ ഇടപെട്ടാലേ കൃത്യമായിട്ട് ആളുകളുടെ പ്രശ്നം പരിഹരിക്കുമെന്ന് നമ്മളെയൊക്കെ ഈ കഴിഞ്ഞ കാലത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക നിരന്തരമായിട്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ പോകാത്തതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ, കുറവുകൾ നമ്മളുടെ ഇടയിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ആ കുറവ് നികത്തുന്നതിന് വേണ്ടി അവിടത്തേക്ക് ശരിക്കും പോകണം. ഇപ്പോൾ 2 പ്രാവശ്യം ഇലക്ഷനിൽ നിന്നിട്ട് ഞാൻ പരാജയപ്പെട്ടു. അത് ഇപ്പോൾ ഈ ഓരോ പ്രസ്ഥാനത്തിൻ്റെയും ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ഇവരൊന്നും ആദ്യമേ എല്ലാവരും ജയിച്ചൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ ഞാൻ 2 പ്രാവശ്യമേ പരാജയപ്പെട്ടുള്ളൂ. ഇവിടുത്തെ ചില പ്രസ്ഥാനങ്ങളൊക്കെ ആയിരക്കണക്കിന് തവണകൾ പരാജയപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും അത് വീണ്ടും വീണ്ടും ഇടപെടലിലേക്ക് വരുന്ന ഒരു പ്രവണത. അപ്പോൾ ഈ സാമൂഹ്യ വ്യവസ്ഥയിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും. ഈ സാമൂഹ്യ വ്യവസ്ഥ എനിക്കും ബാധകമാണ്. അതെ. പക്ഷെ അപ്പോൾ ആ തെരഞ്ഞെടുപ്പുകളിൽ എപ്പോഴും നമുക്ക് ഒറ്റയ്ക്ക് നിന്നിട്ട് ജയിക്കാനുള്ളൊരു സാധ്യത ഇല്ല. നമ്മൾ പല പാർട്ടികൾക്കും ഇല്ല, അവർ മുന്നണിയായിട്ടും എല്ലാവർക്കും എല്ലാ ആളുകളുടെയും സപ്പോർട്ട് ഈ ഇലക്ഷൻ രംഗത്ത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ്, ആ തീരുമാനമാണ് വളരെ പ്രധാനം. അപ്പോൾ അത് ഒരു ഘട്ടത്തിൽ ജാനു ഒരു BJP നയിക്കുന്നൊരു മുന്നണിയുടെ കൂടിയാണ് കണ്ടത്. അതിനുശേഷം മറ്റൊരു മാറ്റത്തിലേക്ക് മാറിയിട്ട് ഇപ്പോൾ കോൺഗ്രസ് മുന്നണിയിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ ഈ മുന്നണി തെരഞ്ഞെടുപ്പുകളിൽ ജാനുവിന് ആദ്യത്തെ മുന്നണി തെരഞ്ഞെടുപ്പ് എന്തെങ്കിലും പിഴച്ചു പോയോ? ഇല്ല, മുന്നണി തെരഞ്ഞെടുപ്പ് എനിക്ക് പിഴച്ചിട്ടേ ഇല്ല. വളരെ കൃത്യമായിട്ടുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾ ഇവരെപ്പോഴും ശരിക്കും അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും മറ്റ് ഭൗതിക സംവിധാനത്തിൻ്റെയൊക്കെ പുറത്തുള്ള ആളുകളാണ്. എപ്പോഴും അതിൻ്റെ അകത്ത് വരുന്ന ആളുകളല്ല. ഇപ്പോഴും ശരിക്കും അങ്ങനെ തന്നെയാണ്, പുറത്തുള്ള ആളുകളാണ്. അപ്പോൾ ഈ ആളുകളും കൂടി ഇതിൻ്റെ അകത്തേക്ക് വരണം, ഈ നിലവിലുള്ള സംവിധാനത്തിൻ്റെ അകത്തേക്ക് ഇവർ വരണം. അതിനുവേണ്ടി ഇപ്പോൾ നമുക്കറിയാം, ഇന്ത്യയിലുള്ള നമ്മുടെ പൊളിറ്റിക്സിനെ മൊത്തം പരിശോധിച്ചാലും ഒറ്റയ്ക്കൊരു പാർട്ടി ഭരിച്ചിട്ടുള്ള ചരിത്രം ഇന്ത്യയിൽ ഇതുവരെ ഇല്ല. ഈ മുന്നണി സംവിധാനത്തിൽ കൂടി മാത്രമാണ് എല്ലാവരും അധികാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അധികാരത്തിൽ വരുമ്പോൾ അവരവരുടെ സംവിധാനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരുടെ ജീവിത നിലവാരത്തിന് മാറ്റമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിലൂടെയാണ് ശരിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ ഇതിൽ വരാതെ പോയ ആളുകൾ എന്നുള്ള നിലയിൽ നമ്മളുടെ ഇടയിൽ ഈ ഒരു മാറ്റം വന്നിട്ടില്ല. ഇപ്പോഴും അത് ആ പഴയപടി തന്നെ തുടരുന്ന ഒരവസ്ഥ നമ്മളുടെ ഇടയിലുണ്ട്. അപ്പോൾ അതിനൊരു മാറ്റം വരണമെങ്കിൽ നമ്മളൊരു മുന്നണി എന്നുള്ള നിലയിലേക്ക് ശരിക്കും വരണം. അപ്പോൾ ഇവിടെ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് നമ്മളെയൊക്കെ ശരിക്കും ആദ്യം പരിഗണിക്കേണ്ടിയിരുന്നത് ഇടതുപക്ഷം പോലെയുള്ള ഒരു മുന്നണിയായിരുന്നു. കാരണം നമ്മുടെ ആളുകളൊക്കെ ഇതിൻ്റെ ജാഥ തൊഴിലാളികളും വോട്ട് കുത്തികളും പോസ്റ്റ് ഒട്ടികളുമായിട്ട് മരിച്ചു തീർന്ന ചരിത്രമുള്ള ആളുകളാണ് നമ്മൾ, ഇതിനു വേണ്ടി മാത്രം. അപ്പോൾ ഈ ഒരു സംവിധാനമായിരുന്നു നമ്മൾ ആദ്യം മുന്നണിയായിട്ട് സ്വീകരിക്കേണ്ടിയിരുന്നത്. പിന്നെ രണ്ടാമതാണ് ശരിക്കും ഇപ്പോഴാണ് കൂടുതൽ UDF പോലുള്ള സംവിധാനത്തിലേക്ക് ഈ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യകാലങ്ങളിൽ അത് ഉണ്ടായിരുന്നിട്ടില്ല. അപ്പോൾ പിന്നെ രണ്ടാമതെന്നുള്ളത് പരിഗണിക്കേണ്ടിയിരുന്നത് UDF പോലുള്ളൊരു മുന്നണിയായിരുന്നു ശരിക്കും. അപ്പോൾ ഈ രണ്ടും പരിഗണിക്കാതെ ഇരിക്കുകയും ഈ ആളുകളെ ഇതിൻ്റെ ഭാഗമാകാതെ ഇവരിങ്ങനെ അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയോ ചെയ്യുന്നതിൻ്റെ ഈ അകൽച്ചയ്ക്കൊരു വിരാമം ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ഒരു മുന്നണിയിലേക്ക് വന്നേ പറ്റൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ NDA പോലെയുള്ള ഒരു മുന്നണി എന്നുള്ള നിലയിൽ നമ്മളെ പരിഗണിക്കാൻ തയ്യാറായത്. അപ്പോൾ തയ്യാറാവുമ്പോൾ അത് സ്വീകരിക്കുക എന്നുള്ളതാണ് ശരി. അപ്പോൾ അതിലൊരു ക്ലാരിറ്റി വേണ്ട ഒരു ഏരിയ ഉണ്ട്. അതായത് ഐക്യജനാധിപത്യ മുന്നണിയും ഇടതു മുന്നണിയും നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞെടുത്താണോ
BJP മുന്നണിയിലേക്ക് പോയത്? നമുക്കതിലൊരു വ്യക്തത വേണ്ടിയിട്ടാണ്. അതെ, ഇപ്പോൾ അവർ നമ്മളെ പരിഗണിക്കേണ്ടതായിരുന്നു, ചെയ്തില്ല. അവർ ചെയ്തില്ല. ചെയ്യാതിരുന്നപ്പോൾ നമ്മളുടെ മുമ്പിൽ വന്നത് ഇവരാണ്. നമുക്ക് അന്ന് ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഇല്ല, ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ വന്നപ്പോൾ ഇങ്ങനെ എല്ലാ തലത്തിലും മാറ്റി നിർത്തപ്പെട്ട ജനത ഈ ഓപ്ഷൻ സ്വീകരിക്കണം. ശരിക്കും ഈ ജനതയുടെ ഉന്നമനവും അവരുടെ നിലനിൽപ്പും അവർ പൊതുസമൂഹത്തിന് ജനാധിപത്യ പ്രക്രിയയുടെ ഒപ്പം നിൽക്കുന്ന ആളുകളായിട്ട് മാറണമെങ്കിൽ ഈ ഓപ്ഷൻ ഞങ്ങൾ സ്വീകരിച്ചേ പറ്റും. അത് അപ്പോൾ അവിടെ വരെ അതിന് വളരെ വ്യക്തതയുണ്ട്, ക്ലാരിറ്റിയും ഉണ്ട്. അതെ. പക്ഷേ പിന്നീട് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു, ജാനു പരാജയപ്പെടുന്നു. അതിനുശേഷം ജാനു വേറെ പുനരാലോചിക്കുന്നു ചില ബന്ധങ്ങളെക്കുറിച്ച്. അപ്പം എന്തായിരുന്നു അതങ്ങനെ ഒരു മുന്നണി പരീക്ഷണം പരാജയപ്പെടാനുള്ളൊരു കാരണം? ആ മുന്നണി പരീക്ഷണം നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മളുടെ ചില നിലപാടുകൾ പറഞ്ഞുകൊണ്ടാണ് ആ മുന്നണിയിലേക്ക് നമ്മൾ പോയത് തന്നെ. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾ ഒരുപാടുണ്ട്. അതിൽ ആദിവാസി, ദളിത്, മറ്റ് തര സമുദായത്തിലുള്ള ആളുകൾ എല്ലാവരും ഉണ്ട്. ഞങ്ങളെപ്പോലെ തന്നെ ഭൂമിയില്ലാതെ വാടകയ്ക്ക് മാത്രം താമസിക്കുന്ന, മറ്റ് സൗകര്യങ്ങളൊന്നും ഇല്ലാതെ താമസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കേരളത്തിൽ. അത് ആദിവാസികൾ മാത്രമല്ല, ദളിതർ മാത്രമല്ല, മറ്റു തരം സമുദായത്തിലുള്ള ആളുകൾ. അവരൊക്കെ ശരിക്കും എന്നോട് വിളിക്കുകയും സംസാരിക്കുകയും ഞാൻ അവരെ പോയി കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് അവർക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല. പറ്റുന്ന ഒരു സാഹചര്യം എൻ്റെ അടുത്തില്ല. അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും ചെയ്യണം. ശരിക്കും മനുഷ്യർക്ക് ഉപകാരം ചെയ്യാൻ മനുഷ്യർക്കേ പറ്റൂ. നമ്മളൊക്കെ ഒരു മനുഷ്യരാണ്, ബാക്കിയുള്ള ആളുകൾക്കും കൂടി അത് നമ്മൾ ചെയ്തു കൊടുക്കണം. അതിലേത് ജാതി എന്നല്ല, മനുഷ്യൻ എന്നുള്ളത് തന്നെ മാത്രമാണ് അവിടെ പ്രാധാന്യമുള്ളൂ. അതിലാണോ പരാജയപ്പെട്ടത്? അത്തരം ഒരു കാര്യം നേടിയെടുക്കുന്നതിലാണ്, അത്തരം ഒരു കാര്യം ചെയ്യുന്നതിൽ ഈ മുന്നണി നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. അല്ല, സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ആവശ്യങ്ങൾ? സ്പെസിഫിക് ആയിട്ട് നമ്മൾ ആവശ്യപ്പെട്ടത്, ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ 244 വകുപ്പ് അനുസരിച്ച് കേരളത്തിലുള്ള മറ്റ് സ്റ്റേറ്റുകളൊക്കെ പട്ടികവർഗ പ്രദേശമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് നിലവിൽ നടന്നിട്ടുള്ള ഒരു പ്രോസസ്സിൻ്റെ ഭാഗമാണ്. പുതിയ ഒരു പ്രോസസ്സ് ഉണ്ടാക്കി അത് നടപ്പിലാക്കണം എന്നല്ല നമ്മൾ പറഞ്ഞത്. നിലവിലുള്ള ഒരു പ്രോസസ്സ് അത് കേരളത്തിലില്ല. തമിഴ്നാട്, കർണാടക ഈ 3 സ്റ്റേറ്റിലില്ല. അതിപ്പോൾ കേന്ദ്രത്തിലാണ് അത് പാസ്സാക്കി തരേണ്ടത്. അത് ഞങ്ങൾക്ക് പാസ്സാക്കി തരണം. പട്ടികവർഗം എന്നുള്ള നിലയിൽ ഉള്ള പ്രശ്നങ്ങൾ. പിന്നെ ഈ പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ ദുരിത ജീവിതത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കുന്ന വലിയ വലിയ സംരംഭങ്ങൾ, പാക്കേജുകൾ, ഇത് ഈ ആളുകൾക്ക് എത്തിച്ച് അവരുടെ ഇന്നത്തെ അവരുടെ വേദനയ്ക്കും കഷ്ടതയ്ക്കും ഒരു അറുതി ഉണ്ടാവണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അവരുമായിട്ട് ശരിക്കും സംസാരിച്ച് കാര്യങ്ങൾ വെച്ചത്. അപ്പോൾ അത് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ചില പേസും തരണം. ഇപ്പോൾ നമ്മൾക്ക് ചില പേസ് തന്നാൽ നമ്മൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ ആളുകൾക്ക്? നമ്മളവിടെ ഈ ദളിതരെന്നോ ആദിവാസിയെന്നോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഈ അർഹതയുള്ള ആളുകൾ, അർഹതപ്പെട്ട മനുഷ്യർ, അവർക്ക് വേണ്ടി ചെയ്യാനുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ നമ്മൾ പറഞ്ഞു. നമ്മൾ അവരോട് പറഞ്ഞത്, ഇപ്പോൾ ഇവിടെ MLA ആയിട്ട് മത്സരിച്ച് തോറ്റാൽ, ജയിച്ചാൽ വേണ്ട, തോറ്റാൽ നമുക്കൊരു രാജ്യസഭ സീറ്റ് നമുക്ക് തരണം. ഈ രാജ്യസഭാ സീറ്റ് നമുക്ക് കിട്ടിയാൽ ഇവിടെയുള്ള മുഴുവൻ മനുഷ്യർക്കും നമുക്ക് ഗുണങ്ങൾ ചെയ്യാൻ പറ്റും. അതിൽ ആദിവാസിന്നോ ദളിതെന്നോ നോക്കാതെ എല്ലാ ആളുകൾക്കും. ഇപ്പോൾ പൊതു സംവിധാനത്തിൽ വരുമ്പോൾ പൊതു ആളുകളാണ് നമ്മൾ. ആവശ്യം പരിഗണിച്ചില്ല. ഇങ്ങനെ അത് പല പ്രാവശ്യമായിട്ട് നമ്മൾ ശരിക്കും ഇന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള അമിത്ഷയ്ക്ക് നേരിട്ട് പരാതികൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രിക്കും കൊടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അതിൽ പിന്നെ ആ സമയത്തുണ്ടായിരുന്ന ആളുകൾക്കൊക്കെ നമ്മൾ കൊടുത്ത് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിലൊന്നും ഒരു നടപടി എടുത്തില്ല. പല പ്രാവശ്യമായിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ ഇപ്പോൾ അവിടെ തിരക്കാണ്, ഇവിടെ തിരക്കാണ്, ആ തിരക്ക് കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് ഈ കാര്യത്തിനെ കുറിച്ചൊരു തീരുമാനം ഉണ്ടാക്കും. ഇങ്ങനെ പറഞ്ഞു വർഷങ്ങൾ ഇങ്ങനെ നീണ്ടുപോയി. അപ്പോൾ അത് നമ്മളെ പറ്റിക്കുന്ന ഒരു ഇടപെടലാണ് എന്ന് നമുക്ക് ബോധ്യമായി. ഇപ്പോൾ അങ്ങനെ ബോധ്യമായപ്പോൾ നമ്മൾ അതിന് കൃത്യമായിട്ട് നിലപാടെടുത്തു. അപ്പോൾ അത് പൊതുവെ പുറത്ത് ഉന്നയിക്കപ്പെടുന്ന ഒരു ആരോപണം, അത് ജാനുവിൻ്റെ സ്ഥാനലബ്ധിക്ക് വേണ്ടി, ജാനുവിന് വേണ്ടിയിട്ടാണ്. എൻ്റെ സ്ഥാനലബ്ധിക്ക് വേണ്ടിയിട്ട് എനിക്ക് ഇത്തരം ഒരു സംവിധാനമേ വേണ്ട. ഇപ്പോൾ എന്നെ
പിന്നെ അങ്ങനെയായിരുന്നെങ്കിൽ അവർ ആദ്യം എന്നെ അവരുടെ പാർട്ടിയിലേക്കാണ് വിളിച്ചത്. എൻ്റെ സ്ഥാനം ലബ്ധിക്കാണെങ്കിൽ ആ പാർട്ടിയിൽ പോയാൽ മതിയല്ലോ. കേന്ദ്രത്തിൽ ഒരു പ്രധാന പോസ്റ്റും തരും, ഓൾ ഇന്ത്യ ബേസിൽ പോകാനുള്ള മുഴുവൻ ഫെസിലിറ്റിയും സംവിധാനവും എനിക്ക് തരും എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാൽ എന്നോട് സംസാരിക്കുന്നത്. അവരുടെ പാർട്ടിയിലേക്ക് ഡയറക്റ്റ് സ്ഥാനം ലബ്ധിക്കാണെങ്കിൽ എനിക്ക് അതിൽ പോയാൽ മതിയല്ലോ. അപ്പോൾ അതിൽ പോയാൽ ഈ ഞാൻ ആർക്കു വേണ്ടിയിട്ടാണോ ഈ കഴിഞ്ഞ കാലങ്ങളൊക്കെ പ്രയത്നിച്ചത്, കഷ്ടപ്പെട്ടത്, ആർക്കു വേണ്ടിയിട്ടാണോ ഈ പ്രവർത്തന രംഗത്തേക്ക് ഞാൻ വന്നത്, അതിന് പരിഹാരം ഉണ്ടാവില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം.